എന്തിനാ പോകുന്നേ? ഫ്രണ്ടിനെ കാണാൻ. ഫ്രണ്ട് പാർക്കിൽ വരും. ആരാണ് വരുന്നത്? ധ്രുപദും അമ്മയും വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് പാർക്കിൽ പോയി അവരെ മീറ്റ് ചെയ്യണം, അവിടെ കളിക്കണം. അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ബാക്കി അവിടെ പോയിട്ട് കാണാം. ഗായ്സ്, പാർക്ക് എത്തി. ധ്രുപദിനെ കണ്ടതും ഒറ്റയോട്ടം. ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെ അവര് കളിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ധ്രുപദിന്റെ അമ്മയുടെ അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്ര എന്നാണ് ആളുടെ പേര്. അനിയൻ സിദ്ധു ഉണ്ട് കേട്ടോ കൂടെ. നല്ല ക്യൂട്ട് ബേബിയാണ്. 3 പേരും ഭയങ്കര കളിയിലാണ് കേട്ടോ. സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. അപ്പൊ ധ്രുപദിനെ ഞാൻ യൂണിഫോമിലൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ മനസ്സിലായില്ല. പിന്നെ ധ്രുപത്തിന്റെ അമ്മനെ ആണെങ്കിലും ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ പൊപ്പയുടെയും ചിന്തയുടെയും ഫ്രണ്ട്സിന്റെ അമ്മമാരൊക്കെ എൻ്റെയും കൂടി ഫ്രണ്ട്സായി മാറിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ ഫ്രണ്ട്സിനെ ഇപ്പം അടുത്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളവിടെ ഇങ്ങനെ കത്തി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവർ കളിയോട് കളിയാണ് കേട്ടോ. ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ ആ നേരം നമ്മളവിടെ പോയി നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബേബി അവിടെ ഇങ്ങനെ അവരുടെ കൂടെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ബേബിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ചിൽഡ്രൻസ് പാർക്കാണ്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയെ ആളുകളാണ് അവിടെ. ഇരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ പോയി ഇരിക്കുന്നതാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിത്രയ്ക്ക് മെസ്സേജൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ദാരുവിൻ്റെ അമ്മയാണെന്ന് പറയുമ്പോൾ ദാരുവിനെ കാണണം എന്നൊക്കെ ധ്രുപദ് പറയാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തതാണ് ഈ ഒരു മീറ്റിംഗ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവും. അപ്പം നമുക്കും നേരിട്ട് കാണാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവർ ഓടി നടന്ന് കളിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. അവരെങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, ഒരു സ്ലൈഡിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എന്താ പറയുക, വേറൊരു ഫ്രണ്ടിനെയും കൂടി കിട്ടിയിട്ടുണ്ട് അവർക്ക് കളിക്കാനായിട്ട്. ഒരു പാവം കുട്ടിയായിരുന്നു കേട്ടോ ഈ ബേബിയാണ്. അങ്ങനെ ചിൻ്റെ ഇടയ്ക്ക് ഇവരുടെ അടുത്ത് നിന്ന് പിണങ്ങിയൊക്കെ വരുമ്പോൾ ആ കുട്ടി വന്നിട്ട് വിളിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. ധ്രുപദിന്റെ അമ്മയും അച്ഛനും കൂടി ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ഞാൻ ഗുരുവായൂർക്കാരൻ എന്നാണ് ചാനലിൻ്റെ പേര്. അങ്ങനെ അപ്പോൾ അവരിങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കണം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ധ്രുപദാണ് മെയിൻലി ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇവരെ കൂട്ടുപിടിച്ചിട്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഐസ്ക്രീം വേണം ഞങ്ങൾക്ക്, ഭയങ്കര ചൂടാണ് അമ്മ, ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ചിത്ര പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിച്ചു തരാം, പോയിട്ട് ഒന്നുകൂടെ കളിക്കാം. അങ്ങനെ അവിടെ പോയി ഇങ്ങനെ കുറുമ്പൊക്കെ കാട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ബേബിനെയും കിട്ടിയപ്പോൾ ആ കുട്ടിയുടെ കൂടെ നിന്നിട്ട് കളിക്കാണ്ട് അവർ 4 പേരും സെറ്റായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് സ്ലൈഡിൽ എഴുതുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാണ്, തലങ്ങാനം ഇടിച്ച് വീഴോ എന്നൊക്കെ ഉള്ളൊരു പേടിയിൽ കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെയും കളിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടു കേട്ടോ. ലാസ്റ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചിന്ത പിടങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നതാണ്. അപ്പോൾ ഞാൻ പറയും ഫോട്ടോ എടുക്കാം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പിടിച്ച് നിർത്താണ്, ബേബിയുടെ അടുത്ത് കളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ആളോട്ട് ഇവിടെ ഇരിക്കുകയില്ല, പിന്നെ ഓടും, എന്തെങ്കിലുമൊക്കെ പിണക്കമായിട്ട് പിന്നെയും വരും. അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിത്ര ബേബിയുടെ എൻ്റെ അടുത്ത് തന്നിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ധ്രുപത്തിന് ഇഷ്ടപ്പെട്ട ഫ്ലേവറാണ് കേട്ടോ എല്ലാവരും വാങ്ങിച്ചത്, പിസ്ത. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷം കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ബേബി ഒന്ന് പിണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മരം കണ്ടപ്പോൾ അതിലിരുത്തിയപ്പോൾ ആൾ ഹാപ്പി ആയിട്ടോ. പിന്നെ ഓൾറെഡി ഒരു 6:30 ആയിട്ടുണ്ട്, നമ്മൾ 5 മണിക്ക് വന്നതാണ്. അപ്പം പിന്നെ ബേബിക്ക് കുറച്ച് വാശിയൊക്കെ തുടങ്ങുമല്ലോ. പിന്നെ അതും തന്നെയല്ല, ആളൊറ്റയ്ക്കായി. ചേട്ടനാണെങ്കിൽ ഇവരുടെ കൂടെ പോയി കളിക്കുന്നത് കണ്ടില്ല. ചിന്ത ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് ഇനി പോവാം, ഒരു 7:30 ഒക്കെ കഴിഞ്ഞ് 8 മണി വരെ അല്ലേ പാർക്കുള്ളൂ, അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബൈ പറഞ്ഞ് പോരാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ, ബൈ.